guys, so welcome back to my YouTube channel. അപ്പം ഞാൻ ഷോർട്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഇടുന്നെന്ന്. അപ്പം ഞാൻ ഫൈനലി ഗൈസ് റിംഗ് ലൈറ്റ് വാങ്ങി. ഇന്നലെ എനിക്ക് സർപ്രൈസ് ആയിട്ടായിരുന്നു തന്നത്. അപ്പം അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഒന്നും വിട്ടില്ല. സർപ്രൈസ് എന്നത് അല്ല, ഓപ്പൺ ചെയ്ത് ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടായിരുന്നു തന്നത്. സോ നമ്മുടെ റിംഗ് ലൈറ്റിൽ ബേസിക്കായിട്ട് വരുന്ന 3 കളേഴ്സ് എന്ന് പറഞ്ഞാൽ വാം, പിന്നെ ബ്രൈറ്റ്, പിന്നെ ഒരു മ്യൂട്ട് ഷെയ്ഡ്. ഞാൻ ഇപ്പം എക്സ്ട്രീം വാമിലല്ല, ഒരു 70% വാം പ്ലസ് ബ്രൈറ്റും കൂടിയാണ് ഇട്ടേക്കുന്നത്. അപ്പം ഒരു അല്ലാത്ത കളർ ഞാൻ ഇനി കംപ്ലീറ്റ് വാം ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് വാം ആയിട്ട് വരുന്നത്. ഇത് വരുമ്പോൾ ഒരു ഓറഞ്ച് പ്ലസ് ഒരു യെല്ലോ ലുക്കാണ്. ഇതൊക്കെ അത്ര അങ്ങോട്ട് നമുക്ക് ലൈക്ക് ഒരു ഭയങ്കര മ്യൂട്ട് ഷെയ്ഡിലുള്ള ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ കളർ യൂസ് ചെയ്യാം. അല്ലാതെ നോർമൽ വീഡിയോസിന് ഇത് ഇതിനെക്കാട്ട് പേരുന്ന കുറച്ചുകൂടി മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. നമുക്കിനി അടുത്ത കളർ കാണാം. സോ ഇതാണ് നമ്മുടെ അടുത്ത കളറ്. ഇതാ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ഇൻട്രോ പറഞ്ഞപ്പോൾ ഇട്ടിട്ടുള്ള കളറ്. സോ നമുക്ക് അടുത്ത കളർ കാണാം. സോ ഈ കളറാണ് 50-50 കളറ്, ബ്രൈറ്റ് പ്ലസ് വാം ആയിട്ടുള്ള കളറ്. അപ്പം ഇതൊക്കെ നമുക്കൊരു നല്ലൊരു എലഗൻ ലുക്ക് കിട്ടും. പിന്നെ ഇവിടത്തെ ലൈറ്റ് എത്ര അങ്ങോട്ട് ഇട്ടില്ല, ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടാണ്. ഇവിടെ നിന്ന് മാത്രം എൻ്റെ മുഖത്തോട്ട് മാത്രമേ ഇട്ട് ലൈക്ക് വെട്ടം തോന്നിയിട്ട് ബാക്കിയുള്ള ഇട്ട് തോന്നുന്നത്. വെളിയിൽ നിന്ന് വെച്ചിട്ടുള്ള വ്യൂ ഞാൻ പിന്നെ കാണിച്ചു തരാം. എൻഡ് ഓഫ് ദി വീഡിയോ കാണിച്ചു തരാം. വെളിയിൽ നല്ല വെട്ടം നല്ല അടിപൊളി രസമായിരിക്കും കാണാൻ. നമുക്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ നല്ല എലഗൻ ഫോട്ടോഷൂട്ടോ വീഡിയോ, സ്കിൻ കെയറിൻ്റെ വീഡിയോ എന്തൊക്കെ ഇടുമ്പോഴും ഈ കളർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് സോ അടുത്ത കളർ ബ്രൈറ്റ് ആയിട്ടുള്ളത് കാണാം. സോ ഇതാണ് നമ്മുടെ ബ്രൈറ്റിൻ്റെ വേറൊരു ഷെയ്ഡ്. ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്രൈറ്റ് അല്ല, ഒരു 70% ബ്രൈറ്റും 30% വാങ്ങും കൂടെയാണ്. സോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര തോന്നത്തില്ല, ബ്രൈറ്റ് ആയിട്ടേ തോന്നുള്ളൂ. എനിക്ക് തോന്നുന്നു എൻ്റെ സ്കിൻ ടൈപ്പിന് എല്ലാ കളറും ഒരേപോലെ ആയിരിക്കും തോന്നുന്നു. പക്ഷേ ഇപ്പം ഇരുട്ടത്ത് ഇന്നുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. പക്ഷേ വെട്ടത്തിറങ്ങുമ്പോൾ നല്ലൊരു രസമായിരിക്കും കാണും. ഞാൻ അത് കാണിച്ചു തരാം നിങ്ങളെ. ഗൈസ്, സോ ഇതാണ് നമ്മുടെ കറക്റ്റ് ബ്രൈറ്റ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത്ര മാത്രമേ ഉള്ളൂ, ഇതാണ് റിംഗ് ലൈറ്റ്. ഇതൊന്നും അല്ല റിംഗ് ലൈറ്റ്. നമുക്കിനി ഈ കളറ് ലെസ് ചെയ്യാനും കൂട്ടാനും പറ്റും. ലൈക്ക് കുറച്ചും കൂടി ബ്രൈറ്റ് ആക്കണമെങ്കിൽ ബ്രൈറ്റ് ആക്കാം, അതായത് ഡിം ചെയ്യണമെങ്കിൽ ഡിം ചെയ്യാം. ഇപ്പം ഞാൻ ഒരു മീഡിയം ലെവലിൽ ഇട്ടിട്ടാണ് കാണിച്ചു നിൽക്കുന്നത്. ഇതിനി ഞാൻ ബ്രൈറ്റ് ആക്കി കാണിച്ചു തരാം നിങ്ങൾ. സോ ഇതിപ്പം ഒരു 50% ആണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അടുത്ത ഷെയ്ഡ് ഒന്ന് കാണാം. ഇത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ടാണ്. ഇത് നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇതിപ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കൂട്ടുന്നതനുസരിച്ച് നമുക്കിത് 100% ആക്കാൻ പറ്റും. സോ 100%ലുള്ളത് ഭയങ്കര ബ്രൈറ്റാണ്. എൻ്റെ ഫേസ് ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ കുറച്ച് ഡിമ്മായിട്ടുള്ളത് കാണാം. അതായത് അതിൻ്റെ കുറച്ചും കൂടി നല്ല ഡിമ്മായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ കുറയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പം ഞാനൊരു 34% ഇടുന്നുണ്ട്. ഇതുണ്ടോ, ഇപ്പോൾ കുറച്ചുകൂടി ഡിമ്മായി, ഫേസ് കുറച്ചുകൂടി പിന്നെ ഡിമ്മായി. ഇനി നമുക്ക് ഒരു 20% ഇട്ട് നോക്കാം. 20 അല്ല, ഒരു 50%, 15%, ഒരു 7% ഇട്ടിട്ടുണ്ട്. 7% ഇട്ടപ്പോൾ ഇത് അങ്ങനെ അത്ര വലിയ വെട്ടമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ നോർമൽ നിൽക്കുന്ന കൂട്ടേ തോന്നത്തുള്ളൂ. അപ്പം നമുക്കിനി അടുത്ത ഷെയ്ഡ് പോകുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം ബ്രൈറ്റിലാണ് ഇത് കിടക്കുന്നതെങ്കിൽ നമ്മളിത് കുറച്ചൊന്ന് ബ്രൈറ്റ് ആക്കി കൊടുക്കണം. ഇതാണ് നമുക്ക് ഷെയ്ഡ് മാറുന്ന തന്നെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. സോ ഇപ്പോൾ ഒരു 50%ലാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഷെയ്ഡ് മാറ്റാം. ഇപ്പം ഞാൻ വാമാണ്, എക്സ്ട്രീം വാമാട്ടോ ഇടുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ്ലി എക്സ്ട്രീം വാമായിട്ടുണ്ട്. നേരിട്ട് കാണും, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം വൈറ്റ് ആയിട്ടേ തോന്നത്തുള്ളൂ. പക്ഷേ അല്ല, ഇപ്പോൾ കുറച്ച് വാമായിട്ട് തോന്നുന്നുണ്ട്. നല്ല വാമാണ്. ഇപ്പം ഞാൻ എൻ്റെ ഫേസ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ആക്ച്വലി ക്യാമറയിൽ കൂടി കാണുന്നതിനെക്കാട്ട് അടിപൊളിയാണ്. ലുക്ക്, എൻ്റെ ഫേസ് നല്ല വാമാണ്. പക്ഷെ എനിക്ക് അത്ര വാം വേണ്ട. സോ നമുക്ക് ഇതൊന്ന് നമുക്ക് ഡിമ്മാക്കാം. അപ്പോൾ 51 കിടക്കുന്നത് നമ്മൾ നേരെ ഒരു 28 കിടക്കട്ടെ. 28 ആയപ്പം പിന്നെ ഒന്ന് കുറഞ്ഞു. അപ്പം എൻ്റെ ഫേസിനെ നോക്കൂ. വേറെ നമുക്ക് നല്ല അടിപൊളി റീൽസ് എടുക്കാൻ നല്ല യൂസ്ഫുള്ളാണ്. സോ ഇതാണ് നമ്മുടെ സംഭവങ്ങൾ. അപ്പം നമുക്കിത് ബ്രൈറ്റ് ആക്കാം. കംപ്ലീറ്റ് ബ്രൈറ്റ് ഉണ്ട്, ഒരു മ്യൂട്ട് കളർ മതി. ഇതിപ്പം ക്യാമറയിൽ കൂടി കാണുന്നതിൽ നല്ല ഭംഗിയാണ് നേരിട്ട് കാണുമ്പം. സോ നമുക്കിത് ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുക്കാം. ഞാൻ ഇതിപ്പോൾ ഒരു 3% ആക്കാം. ഒരു 45. ഓക്കെ, 45%. മാം 45% ഇട്ടു. ഇനി നോക്കൂ നിങ്ങൾ തന്നെ. സോ നമുക്കിനി ഫുൾ പെർസെൻറ്റേജ് ഞാൻ കാണിച്ചു തന്നു. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലുക്ക്. സോ നമ്മുടെ സംഭവം വരുന്നത് ഒരു സ്റ്റാൻഡാണ്. നമുക്ക് ഈ സ്റ്റാൻഡിൻ്റെ ഇവിടെ ആയിട്ട് ഹൈറ്റ് കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇത് നമുക്ക് അതൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റുന്നതാണ് കേട്ടോ സ്റ്റാൻഡ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ക്യാമറ വയ്ക്കുന്നത്. നമുക്ക് ക്യാമറ ഇങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം.
അപ്പം നമുക്ക് നല്ല ഡിഫറെൻ്റ് ആയിട്ട് നല്ല ക്യാമറ വയ്ക്കാം. സോ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇനി നമുക്ക് വെട്ടത്ത് വന്നിട്ട് നോക്കാം. സോ നമ്മുടെ റിംഗ് ലൈറ്റ് വെട്ടത്ത് വെച്ച് നല്ല ഭംഗിയുണ്ട്. നോക്കി ഇത് പുറകിൽ കൂടി നോക്കാം. നല്ല എലഗൻ്റ് ആയിട്ടുള്ള നല്ല ഇരിപ്പുണ്ട്. ഇനി നമ്മുടെ ഫേസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, ഇപ്പോൾ ഇതാണ് എൻ്റെ ഫേസ്. ഞാൻ ഇതിനി ഒരു ഇപ്പം ഞാൻ കുറച്ചൊന്ന് ബ്രൈറ്റ് ആക്കിയതുള്ളൂ. കുറച്ചും കൂടി ബ്രൈറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. 100% ഇതാട്ടോ നമുക്ക്. ഇപ്പോൾ 100 ആയിട്ടുണ്ട്. വെട്ടത്തിൽ നല്ല രസമാണ്. പിന്നെ വെള്ളത്ത് കുളിച്ചിരിക്കാനും വെള്ളത്തിൽ ടെമ്പറേച്ചർ ഒന്നും പറയാനില്ല, ഭയങ്കര ചൂടാണ്. സോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ എടുക്കുക. ഇനി നമുക്കിത് വാമിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. വാമല്ല, 50-50 ആയിട്ട് ഉള്ളൊരു ഷെയ്ഡ് ഉണ്ടല്ലോ. യെസ്, അപ്പം 50-50 ഷെയ്ഡാണ്. ചിലവർക്ക് കാണുമ്പോൾ ഇതല്ലേ ഇപ്പോഴേ വാമല്ലേ ഞാൻ ചോദിക്കാം. പക്ഷേ ഇല്ല, ഇതിപ്പോൾ 50-50 ഷെയ്ഡാണ്. ഇനി കംപ്ലീറ്റ് വാമിലോട്ട് പോകാൻ ഇനിയിപ്പോൾ 100% ആണ് ഇട്ടിരിക്കുന്നത്. കംപ്ലീറ്റ് വാം പോകാം. സോ ഗൈസ്, ചോരയിടിക്കുന്ന പോലത്തെ നല്ല ഒരു ഡാർക്ക് ഓറഞ്ചിലാണ് നമ്മുടെ കംപ്ലീറ്റ് വാം വന്നിരിക്കുന്നത്. സോ ഞാൻ ഇപ്പം ക്യാമറ തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എനിക്ക് ഏതാ കാണാൻ പറ്റുന്നതെന്ന്. സോ മൈ ഫോൺ. അപ്പം നമുക്കിതൊന്ന് അടുത്ത് കാണാം. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഡാൻസ് കളിക്കുകയാണെങ്കിൽ തന്നെ നമുക്കിത് സ്റ്റാൻഡായിട്ട് ഇവിടെ വയ്ക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ വെട്ടത്തു നിന്നുള്ള റിംഗ് ലൈറ്റ്. അപ്പം നമുക്കിതിങ്ങനെ ഇങ്ങനെ ചരിക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ചരിക്കാം, ഇങ്ങനെ ചരിക്കാം. നമുക്ക് അതുകൊണ്ട് അവൈലബിൾ ആയിട്ട് ചരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. സോ ഗൈസ്, നമുക്ക് അടുത്തത് ഒരു സംഭവം കാണിച്ചു തരാം. അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ടാണ്. ഇതിങ്ങനെ ആക്കിയിട്ട് നമുക്ക് മേളിലോട്ടും താഴോട്ടും ആക്കാൻ പറ്റുന്ന. ഇതിപ്പോൾ ആക്കുന്നില്ല. പിന്നെ ഇത് ഒരു പ്ലഗ് വരുന്നുണ്ട്, അത് ഞാൻ പ്ലഗ് ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ എങ്ങനെ ഓൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സാധനമുണ്ട്, അതിങ്ങനെ ഓണായിട്ട് കിടക്കണം. ഇതിപ്പോൾ ഓഫാണ്. ഓഫാക്കിയിട്ട് ഇവിടെ ഓൺ ആക്കുവാണെങ്കിൽ ആവത്തില്ല, പകരം നമ്മളിത് ഓൺ ആക്കണം. എന്നിട്ട് ഓൺ ചെയ്താൽ ഇതാവും. സോ ഗൈസ്, കണ്ടോ, നല്ല ഭംഗിയാണ്. വാമ് ഭയങ്കര ഒരു ഡാർക്ക് ഓറഞ്ചാണ്. ഇപ്പോൾ ഈ ഡാർക്ക് ഓറഞ്ച് മാറ്റിയിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് ആക്കി കാണിക്കട്ടെ. ഒരു ബ്രൈറ്റ് ആക്കാം അല്ലേ, നമുക്ക് ബ്രൈറ്റ് ആക്കാം. യെസ് ഗൈസ്, ഇപ്പോൾ ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്രൈറ്റ് ആയിട്ടുള്ള ലുക്ക് ഇതാണ്. യെസ്, അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. ആസ് എ യൂട്യൂബർ നമുക്ക് എല്ലാവരുടെയും ഒരു ഡ്രീം ആയിരിക്കും റിംഗ് ലൈറ്റ് വാങ്ങാൻ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇങ്ങനെ ചരിച്ചിരിക്കാം. ഇങ്ങനെ ആക്കണമെങ്കിൽ ഇങ്ങനെ ആക്കാം. നമുക്ക് ഇങ്ങനെ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യാൻ പറ്റും. സെൻറ്ററിലും ആക്കാൻ പറ്റും. സോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പം നമുക്കിനി ഓരോ വീഡിയോ ഒക്കെ റിംഗ് ലൈറ്റ് കൂടി കാണാം കേട്ടോ. ഓക്കെ, ബൈ.